ബ്രഹ്മചര്യ വ്രതത്തിന് പേരുകെട്ട ഹനുമാന് ഒരു ഭാര്യ ഉണ്ടായിരിക്കുക എന്ന ആശയം അസാധാരണമായി തോന്നിയേക്കാം. ഹനുമാന്റെ ഭാര്യയെക്കുറിച്ചുള്ള ഈ കഥ പരാശര സംഹിതയിൽ കാണാം. മഹർഷി പരാശരന്റെ അഭിപ്രായത്തിൽ ഹനുമാൻ സൂര്യന്റെ അർപ്പണബോധമുള്ള ശിഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശപ്രകാരം വേദങ്ങൾ പഠിച്ചു. എന്നിരുന്നാലും നവവ്യാകരണങ്ങൾ എന്നൊരു പ്രധാന ഗ്രന്ഥം ഉണ്ടായിരുന്നു. അത് ഹനുമാന് വിവാഹിതനായ പുരുഷനായോ ഗൃഹസ്ഥനോ ആയിരിക്കേണ്ടതിനാൽ പഠിക്കാൻ കഴിഞ്ഞില്ല. ഹനുമാന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സഹായിക്കുന്നതിന് ത്രിമൂർത്തികൾ സൂര്യനെ സമീപിച്ചു. സൂര്യന്റെ കിരണങ്ങളിൽ നിന്നും പ്രകാശത്തിൽ നിന്നും സുവർച്ചലാദേവി എന്ന സുന്ദരിയായ സ്ത്രീയെ അവർ സൃഷ്ടിച്ചു. സുവർച്ചല ഒരു അയോനിജയായിരുന്നു, അതായത് അവൾ ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ചവളല്ല. ഹനുമാനുമായി അവളുടെ വിവാഹം പിന്നീട് ക്രമീകരിക്കപ്പെട്ടു. അദ്ദേഹത്തെ ഒരു ഗൃഹസ്ഥനാക്കി, ഒരു ഗൃഹസ്ഥന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയാക്കി. എന്നിരുന്നാലും ഹനുമാനെ വിവാഹം കഴിക്കാൻ പ്രേരിപ്പിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ബ്രഹ്മചര്യ ജീവിതം നയിക്കാൻ പ്രതിജ്ഞയെടുത്ത ഹനുമാൻ തുടക്കത്തിൽ ആ നിർദ്ദേശത്തിൽ ആശയക്കുഴപ്പത്തിലാവുകയും അത് നിരസിക്കുകയും ചെയ്തു. എന്നാൽ സൂര്യൻ സുവർച്ചലയുടെ കൈകൾ ഗുരുദക്ഷിണയായി ഹനുമാനോട് അഭ്യർത്ഥിച്ചു. സൂര്യൻ ഹനുമാനെ ആശ്വസിപ്പിച്ചു. സുവർച്ചല ഒരു ദിവ്യത്വമാണ്. വിവാഹത്തിന് ശേഷവും നിങ്ങൾ ഒരു ബ്രഹ്മചാരിയായി തുടരുമെന്ന് ഞാൻ നിങ്ങൾക്ക് വരം നൽകുന്നു. നിങ്ങളുടെ വിവാഹം പ്രപഞ്ചത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ ബ്രഹ്മചര്യയെ ഇത് ബാധിക്കില്ല. അങ്ങനെ സൂര്യന്റെ മകളായ സുവർച്ചല ഹനുമാനെ വിവാഹം കഴിച്ചു. വിവാഹത്തിന് ശേഷം അവൾ ഉടൻ തന്നെ തപസ്സിനായി സ്വയം സമർപ്പിച്ചു.